ഹായ്. അട്ടപ്പാടിയിൽ മുള്ളി എന്നൊരു പ്രദേശം, അങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അട്ടപ്പാടി എന്ന് പറയുന്നത് പൊതുവെ ആ ഒരു മേഖല, ആ ഒരു ഘാട്ട് മേഖല അറിയപ്പെടുന്ന ഒരു പേരാണ് കേട്ടോ. പക്ഷേ ചുരം കയറിക്കഴിഞ്ഞാൽ, മണ്ണാർക്കാട് ഭാഗത്തു നിന്നൊക്കെ ചുരം കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ആനകട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടിയുടെ വിശാലമായിട്ടുള്ള ആ ഭൂപ്രദേശങ്ങളാണ്. എന്താണ് മുള്ളിയുടെ ഒരു പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഊട്ടിയിലേക്ക് പാലക്കാട് നിന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എറണാകുളം ഭാഗത്തു നിന്നോ ഒക്കെ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വഴി, മുള്ളി വഴി ഉപയോഗിക്കുകയാണെങ്കിൽ ഊട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും. ഈ ഒരു വഴിയിൽ പോകുമ്പോൾ ഏകദേശം പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഒരു 120 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 50 കിലോമീറ്ററോളം ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. മേട്ടുപ്പാളയം വഴിയുള്ള ആ ഒരു റൂട്ട് പിടിക്കുകയാണെങ്കിൽ, ഓക്കെ, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടി. അപ്പോൾ പാലക്കാട് വന്ന് ഈ ഒരു റൂട്ടിലൂടെ പോകുന്ന സമയനഷ്ടം, ധനനഷ്ടം, ഇപ്പോൾ വാഹനങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അട്ടപ്പാടി വഴിയുള്ള റൂട്ടെന്ന് പറയുന്നത് വളരെ ലാഭകരമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി സംഭവിച്ചിരിക്കുന്ന ഏകദേശം ഒരു 2 വർഷത്തിനകത്ത് സംഭവിച്ച തമിഴ്നാടിൻ്റെ ഒരു വഞ്ചനയുടെ കഥയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ഒരു ശ്രദ്ധ ക്ഷണിക്കലുമായിട്ട് വരുന്നുണ്ട്. കാര്യം ഇതാണ്: മുള്ളി വഴിയുള്ള ആ ഒരു റോഡ്, അതിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ ഉടൻ തന്നെ തമിഴ്നാട് സർക്കാർ എന്തടിസ്ഥാനത്തിലാണെന്നറിയില്ല, അവർ ആ ഒരു മുള്ളി വഴി മഞ്ചൂർ, പിന്നെ അവിടെ നിന്ന് ഊട്ടി, ഇങ്ങനെയുള്ള ആ ഒരു വഴിയിലെ യാത്ര, ഒരു തരത്തിലുമുള്ള യാത്രയും ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഇവരുടെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഈ വഴിതടയൽ പരിപാടിയുടെ പിന്നാമ്പുറങ്ങൾ എന്നുള്ളത് ഇനിയും പുറത്തോട്ട് വരേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതിനിവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈഗർ റിസർവ് മേഖലയാണ് ഈ ഒരു വഴി എന്നുള്ളതാണ്. അതായത് മുള്ളിയിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്ന മഞ്ചൂരിലേക്കുള്ള ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് ഈ വനമേഖലയുള്ളത്. ബാക്കിയെല്ലാം സാധാരണ കുന്നിൻ പ്രദേശങ്ങളാണ്. മഞ്ചൂരിൻ്റെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, പ്രകൃതി മനോഹരമായിട്ടുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഘാട്ട് മേഖലയാണ്, ചുരം മേഖലയാണ്. അപ്പോൾ 40ഓളം ഹെയർ പിന്നുകളുടെ സൗന്ദര്യവും മറ്റുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചുരം യാത്ര നടത്താവുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ മുള്ളി കഴിഞ്ഞുള്ള ഈ മേഖലയിലെ മഞ്ചൂരിയൻ ചുരങ്ങൾ. അപ്പോൾ മഞ്ചൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറും 25 കിലോമീറ്റർ ദൂരം കൊണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാനുമാവും. ഈ മഞ്ചൂരിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് കിണ്ണക്കോര എന്ന് പറയുന്ന മറ്റൊരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ മൂന്നാറൊക്കെ തോറ്റുപോകുന്ന തരത്തിലുള്ള മറ്റൊരു എന്താ പറയുക, മനോഹര തീരമാണ് അതെന്നും കൂടി പറയേണ്ടി വരും. അപ്പോൾ ഊട്ടിയിലേക്കും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് കിണ്ണക്കോരയിലേക്കൊക്കെ പോകാവുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി തമിഴ്നാട് അടച്ചു പൂട്ടിയിരിക്കുന്നത് എന്തിന്? അതാണ് ചോദ്യം. അപ്പോൾ ഈ അടുത്ത കാലത്തെങ്ങാനും ഇത് തുറക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സാമാന്യ ജനത്തിനൊക്കെ, അവിടെയുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ, നീലഗിരി മേഖലയിലേക്ക് പെട്ടെന്ന് കടന്നു പോകേണ്ട തദ്ദേശീയർ, അവിടെ നിന്ന് വിവാഹബന്ധത്തിലേർപ്പെട്ട ആളുകൾ, കച്ചവടം, അതേപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകൾക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ചെറിയ തരത്തിൽ മീറ്റിങ്ങുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയും ഇതിനെതിരെ തമിഴ്നാടിനെ എന്താ പറയുക, നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് MLAയും കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ തരുണത്തിൽ പറയാനാവുക. പക്ഷേ കാര്യമായിട്ട് ഒരു പ്രതികരണവും തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഥ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഈ ഒരു മർക്കട മുഷ്ടി അല്ലെങ്കിൽ ഈ വഞ്ചനാപരമായ തീരുമാനം, ഇപ്പോൾ കർണാടക എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും, നാഷണൽ ഹൈവേ 66 ഇതേപോലെ രാത്രി യാത്രയ്ക്ക് നിരോധനമുണ്ട്. അപ്പോൾ ആ ഒരു നിരോധനവും ഈ ഒരു തരുണത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് നമ്മുടെ യാത്രാമാർഗങ്ങളെ അല്ലെങ്കിൽ കേരളത്തെ ഇതേപോലെ എന്താ പറയുക, വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും കർണാടകയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. ഇതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്കാവുന്നില്ല എന്നുള്ളതാണ് സത്യം.
നിയമ നടപടികൾ എടുക്കേണ്ട സ്ഥാനത്ത് അത് അത്തരം നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ടി വരും ഒരുപക്ഷെ. പക്ഷേ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമൊക്കെയുള്ള ആ ഒരു ഇരിപ്പുവശം വെച്ച് പോലും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് വഴികൾ എന്ന് പറയുന്നത് ആർക്കും തടസ്സപ്പെടുത്താനാവില്ല. അത് കോടതി വിധികൾക്ക് പോലും അങ്ങനെ ഒരു എന്താ പറയുക കാര്യം ചെയ്യാനുള്ള നിയമപരമായ അവകാശങ്ങളില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ളത് എന്തായാലും ഒരു മോശം പ്രവണത തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ബഹുജന മുന്നേറ്റങ്ങൾ മാത്രമായിരിക്കാം ഇനി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജനത്തിന് ചെയ്യാനാവുക. എന്തായാലും ആ പ്രദേശവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാം തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു നീക്കവും തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു റോഡ് അതിൻ്റെ വിപുലീകരണം വളരെ ഭംഗിയായിട്ട് ആ ഒരു റോഡ് പൂർത്തീകരിക്കുകയും റബ്ബറൈസ്ഡ് സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് ആ റോഡ് തീർക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പണി പൂർത്തിയാക്കുന്ന അതേ സമയത്ത് തന്നെ ഇവർക്ക് ഈ തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവിടെ അങ്ങനെ ഒരു നടപടി അവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉദ്ദേശം വളരെ സ്പഷ്ടമാണ്. കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ, പ്രത്യേകിച്ച് ആ ഒരു റൂട്ടിൽ ഒരുപാട് ഇതേപോലെ ചെറിയ കൊച്ചു റിസോർട്ടുകൾ, ഈ ടൂറിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ വരികയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തുരങ്കം വെക്കുന്ന ഈ വഴി ഊട്ടിയിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് കാണുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു നടപടിയായിപ്പോയി ഇത്. എന്ത് വില കൊടുത്തും ഈ വഴി തുറന്നേ പറ്റൂ. അതിനു വേണ്ട നിയമ പോരാട്ടങ്ങൾ തന്നെ തുടരേണ്ടി വന്നാൽ പോലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് അല്ലേ. ഇതിനു മുമ്പും ഇതേപോലെ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന് ഒരു പരിഗണന ലഭിച്ചു എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ശ്രദ്ധ ക്ഷണിക്കലിലും നമ്മുടെ മണ്ണാർക്കാട് MLA ഈ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി ശശീന്ദ്രൻ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയെന്നും ആ ഒരു പരിപാടി ഈ ഒരു നടപടിയെ ചെയ്യാനാവുന്ന തരത്തിൽ തമിഴ്നാട് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥ തലത്തിലൊരു ചർച്ച നടത്തി അത് പരിഹാരം കാണാൻ വേണ്ട ശ്രമങ്ങൾ മന്ത്രി നടത്തട്ടെ എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മന്ത്രി എന്ന് പറയുമ്പോൾ വനം വകുപ്പ് മന്ത്രി, പക്ഷേ ഈ വനം വകുപ്പ് മന്ത്രിക്ക് അതിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നത് ഉടനെ? പ്രത്യേകിച്ച് ഒരു വഴി എന്ന് പറയുമ്പോൾ അടിയന്തരമായി അത് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു നടപടി പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് തുറന്നു കൊടുക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഭാവി എന്ന് പറയുന്നത്, മുള്ളി റോഡിൻ്റെ ഭാവി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെയും തമിഴ്നാടിൻ്റെ കാരുണ്യത്തിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കോടതി നടപടികളോ നിയമ നടപടികളോ എന്താണ് ഇതിന് ഒരു ആശ്വാസമായി തീരുക എന്നുള്ളത് കണ്ടറിയാം.